പറ. ഞാനൊരു കാര്യം പറയാം. ഇത്ര നാള് എടുത്ത് കണ്ട ഞാൻ നേരിട്ടും അല്ലാതെ കണ്ട ഡിസിഷൻ വെച്ചിട്ട് പറയാം, വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇവൻ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അല്ലാതെ ചുമ്മാ വന്നിട്ട് അവിടെ ഒരു ഇത് അല്ലെങ്കിൽ ഇവനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ വഴക്കിട്ടു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് റെസ്പെക്ട് അതിന്റെ പേരിലൊന്നും അല്ല ഡിസിഷൻ. എനിക്ക് നല്ലോണം അറിയാം ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു കാരണമുണ്ട്. അത് എന്തായാലും വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഷമീറിന്റെ ചാറ്റ് ഞാൻ കണ്ടു. എന്തായിരുന്നു അല്ല മൊത്തം എല്ലിട്ട് ഒരാള് ഒരു പൊസിഷനിലേക്ക് വരുമ്പോ അവന് കോൺഫിഡൻസ് കൊടുക്കുന്നതിന് വരെ അവനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ലീഡറായിട്ട് നിൽക്കുവാണെങ്കിൽ MRC ഒരു ലീഡർ ഇല്ലാണ്ട് ഗ്യാങ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട വരും. ഒന്നാമത്തെ കാര്യം ലീഡറിൽ ഞാൻ ഇനി GT കയറില്ല എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തോട് കൂടി ഉറപ്പിച്ച കാര്യമാണ്. ഞാൻ GT കയറി ഫസ്റ്റ് തന്നെ നടന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. എനിക്ക് അതെ അത് ഭയങ്കര അല്ല, അത് അങ്ങനെ നമ്മളെ GT ലെഗസി അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി, ഇതൊരു W ആയിട്ട് തന്നെ പോണം. അതിന് ഞാൻ ലീഡറായിട്ട് നിന്നാൽ അത് നടക്കൂല. പിന്നെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നുന്നത് ഷമീറിനെ. അതുകൊണ്ട് പിന്നെ ഷമീറിനെ ലീഡർ ആക്കാന്ന് വിചാരിക്കുന്നത്. മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു വാക്ക് ഷെയ്ക്ക്. ഞാനെന്താ അതന്നെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നീ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനല്ല. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെല്ലാരും സംസാരിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതന്നെ ഫൈനൽ കോൾ. അത് എന്തെങ്കിലും രണ്ടു വാക്ക്. അല്ല ഇത് ഇത്രയും ആള് എതിർപ്പും ഇതും ഇല്ല ആരൊന്നുമില്ല. ഞാനൊരു തീരുമാനം പറഞ്ഞ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ ഷമീറെ ഒരൊറ്റ കാര്യം ഞങ്ങള് പറഞ്ഞോട്ടെ. എന്തായാലും ഇത്ര കോടിയില്ലേ, വെൽക്കം ലീഡർ, വെൽക്കം. അതാ എല്ലാരും കൈയടിച്ച് പാസ്സാക്കിയാ GTയിൽ ഇത് ഒഫീഷ്യലി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒഫീഷ്യലി ഇത് GTയിൽ ചെയ്യണോ? അത് നമ്മൾ ചെയ്തോ. എല്ലാരും വാറിലാണോ? ഇറങ്ങാൻ പറ്റില്ല തൽക്കാലം. ഒരു 5 മിനിറ്റ് ഒന്ന് പട്ടാഭിഷേകം നടത്താൻ. കുഴപ്പമില്ല. ഇതെങ്ങനെ ഇല്ലല്ല, നിങ്ങൾ വാർ ചെയ്യും. ഷമീർ സ്പെക്ക് ചെയ്യും. ഓക്കെ, ആസ് എ ലീഡർ ഷമീർ ആയിരിക്കും കാര്യങ്ങളെല്ലാം തരാൻ പോകുന്നത് ഷമീർ ആയിരിക്കും. അപ്പൊ ഐ ഹിയർ ബൈ അനൗൺസ്. ഓക്കെ കേട്ടോ ചാറ്റ് എല്ലാരും മെമ്പേഴ്സ് എല്ലാരും കേക്ക് ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. I hereby announce the new MRC leader, MRC Shamir. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയ. വെൽക്കം ഡാ. ഷമീറ, ഞാൻ എന്റെ ലെഗസി നിനക്ക് കൈമാറി തരാന്ന്. നന്നായിട്ട് നോക്കണം, പിള്ളേരെല്ലാം നന്നായിട്ട് നോക്കണം, നല്ല കമാൻഡ്സ് കൊടുക്കണം, അടിപൊളിയായിട്ട് കൊണ്ടുപോവാ. ഞാൻ GTയിൽ എപ്പെങ്കിലും എനിക്ക് തോന്നില്ല 6 മാസത്തിൽ ഒരിക്കൽ പോലും കയറുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ലീഡർഷിപ്പ് തരുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് നോക്കുക. ഓക്കെ, മടിയനാണ് അതാണ്. അതെല്ലാം മാറും റെസ്പോൺസിബിലിറ്റി വരുമ്പോ അതെല്ലാം മാറും. അല്ല അങ്ങനല്ല. അതുകൊണ്ട് നമുക്ക് 20 മിനിറ്റേ ഉള്ളൂ. കൺഗ്രാറ്റ്സ് ആൻഡ് വെൽക്കം. നമുക്ക് അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പൊ ഈ GT ഇത് ഞാൻ കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇനി GT കാണേണ്ടവരെല്ലാം ഷമീർ GT സ്ട്രീം ചെയ്യുന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. എനിക്ക് GT നടക്കുന്നില്ലടാ മുത്ത. ഞാൻ കുറെ ട്രൈ ചെയ്തടാ മുത്ത. നിങ്ങൾ എന്റെ സിറ്റുവേഷനും കൂടി ഒന്ന് മനസ്സിലാക്കും പ്ലീസ്. എല്ലാം ഇടല്ലേ പ്ലീസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. ഓക്കെ.